വിസിമാരോട് ഹാജരാകാൻ നിർദ്ദേശവുമായി ഗവർണർ. പുറത്താക്കൽ നോട്ടീസ് നൽകിയ 4 വൈസ് ചാൻസലർമാരോട് ശനിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. കാലിക്കറ്റ് സംസ്കൃതം ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാലകളിലെ വിസിമാർക്കാണ് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നുണ്ട്. ശാലിനി എങ്ങനെ നോക്കിക്കാണാം? ഈ വിസിമാർക്ക് ഹിയറിംഗിന് നോട്ടീസ് നൽകിയിട്ടുള്ള കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കാൻ നോട്ടീസ് നൽകിയ 6 സർവകലാശാല വിസിമാരെയാണ് ഗവർണർ ഈ മാസം 24-ന് ഹിയറിംഗിന് ക്ഷണിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് സംസ്കൃതം ഒപ്പം തന്നെ ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാർക്കാണ് ഈ ഹിയറിംഗ് സംബന്ധിച്ച നിർദ്ദേശം ഇപ്പോൾ രാജ്ഭവൻ നൽകിയിട്ടുള്ളത്. വിസിമാരോ ഒപ്പം തന്നെ അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കും ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അറിയിപ്പിൽ പറയുന്നത്. അതിനിടെ ഈ സംസ്കൃത സർവകലാശാല വിസി ഗവർണർ വീണ്ടും ഹിയറിംഗ് നടത്താൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഹർജി ഫയൽ ചെയ്തെങ്കിലും അപ്പീലിന്റെ ഫയൽ സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2 ആഴ്ചകൾക്ക് മുൻപ് ഹൈക്കോടതി കടുത്ത നടപടികൾ വിസിമാരുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചാൻസലറായ ഗവർണർ 4 സർവകലാശാലകളുടെ വിസിമാർക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ നടപടിയെടുക്കണം അല്ലെങ്കിൽ തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശങ്ങളുടെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അടിയന്തരമായി ഇവരെ ഹിയറിംഗിന് ഗവർണർ രാജ്ഭവനിലേക്ക് വിളിപ്പിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈസ് ചാൻസലർമാരുടെ ഭാഗം കേട്ട ശേഷം വേണം നടപടി എന്നുള്ളതാണ് ഹൈക്കോടതി എന്ന് അറിയിച്ചിട്ടുള്ളത്. സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ നിയമനം റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം തീരുമാനമെടുക്കാനാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ് എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രാജ്ഭവൻ കൃത്യമായ നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്കൃത സർവകലാശാല വിസി ഡോക്ടർ നാരായൺ ഒപ്പം തന്നെ സർവകലാശാല വിസി എം ജയരാജ്, ഡിജിറ്റൽ സർവകലാശാല വിസി ഡോക്ടർ സജി ഗോപിനാഥ്, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വിസി ഡോക്ടർ PM മുബാറക് പാഷ എന്നിവർ നൽകിയ ഹർജിയിലായിരുന്നു അന്ന് ഉത്തരവിടുകയും ചെയ്തു. എന്തായാലും സർക്കാർ ഇടഞ്ഞു നിൽക്കുന്ന വിസി കടുത്ത നിലപാടുകളിലേക്ക് കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇന്ന് രാവിലെയോട് കൂടി കേരള സർവകലാശാല വിസി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിശദാംശങ്ങൾ കഴിഞ്ഞ റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയിരുന്നു. ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിക്ക് രാജ്ഭവൻ ഒരുക്കിയിട്ടുള്ള പിന്നാലെയാണ് ഇത്തരത്തിൽ 4 വിസിമാരുടെ ഹിയറിംഗിൽ എത്താനുള്ള നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ 4 വിസിമാർ രാജ്ഭവൻ വിശദാംശങ്ങളുടെയും ഒപ്പം തന്നെ ഒരു മറുപടിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ വിസി മറ്റ് നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കുക, ഗവർണർ കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മാസം 24 അഭിഭാഷകൻ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് കൃത്യമായ വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഈ 4 സർവകലാശാലകൾക്കും രാജ്ഭവൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. വിഷ്ണു, യെസ്, വ്യക്തമാണ്. വിസിമാരോട് ഹാജരാകാൻ നിർദ്ദേശവുമായി ഗവർണർ. പുറത്താക്കൽ നോട്ടീസ് നൽകിയ 4 വൈസ് ചാൻസലർമാരോട് ശനിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. കാലിക്കറ്റ് സംസ്കൃതം ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാലകളിലെ വിസിമാർക്കാണ് ഗവർണർ നിർദ്ദേശം നൽകിയത്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.